ഇന്ന് നമുക്ക് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കണം. പിന്നെ നമുക്ക് ചോറ് വെക്കാനായിട്ട് ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഡാലയും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് ഉണ്ട്. പിന്നെ ഏലക്കായും ഗ്രാമ്പും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കനൊക്കെ അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏലക്കായും ഗ്രാമ്പും സവാളയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അടി പിടിക്കരുത്. നമ്മൾ ചോറ് വറ്റിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അരിയുടെ അളവൊക്കെ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ എടുക്കണം. ഇപ്പോൾ അരിയുടെ അളവൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കരിഞ്ഞ് പോകരുത്. അപ്പോൾ അളവിനനുസരിച്ച് നമ്മൾ വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അരിയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കുന്നു. ഈ വെള്ളം തിളക്കാനായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബാക്കി സവാള അരിയുള്ളത് നമ്മൾ നല്ല നൈസിൽ അരിഞ്ഞ് കൊടുക്കണം. അങ്ങനെ സവാളൊക്കെ അരിഞ്ഞ് ചിക്കൻ മസാല കൂട്ടാനുള്ളതാണ്. മുളകും പൊടി ഇടുക, മല്ലിപ്പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടണം, പിന്നെ 2 നാരങ്ങയുടെ നീര്. അങ്ങനെ നമ്മൾ മസാല ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മസാല കുഴമ്പ് രൂപത്തിലായിട്ട് നമ്മളത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കണം. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലെഗ് പീസിലാണ് നമ്മൾ ആദ്യം തേച്ച് പിടിപ്പിക്കുന്നത്. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കി ലെഗ് പീസൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അരികൾ ഇട്ട് കൊടുക്കണം. ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായ കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ വലിയ ചെമ്പൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് അരിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കണം. വെള്ളത്തിൽ ഉപ്പൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെക്കണം. അങ്ങനെ ബാക്കി ചിക്കൻ മസാല ചേർക്കാൻ പോവാണ്. ബാക്കി ചിക്കനും കൂടി നമ്മളതിലേക്ക് ഇട്ട് ഫുള്ളായിട്ട് മസാല തേക്കണം. എല്ലാ ഭാഗത്തും നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കുന്ന കാരണം തിളക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ചിക്കനും പീസുകളിലും നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. ഇതാ നന്നായിട്ട് നമ്മൾ ഇളക്കി വേറെ പാത്രത്തേക്ക് ഇടുമ്പോൾ ഉപ്പ് ചിക്കൻ വറുക്കാൻ ഉരുളി ആവശ്യമുണ്ട്. അപ്പോൾ ഉരുളിയിൽ നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. സമയമുള്ളവർക്ക് കുറച്ച് നേരം നമുക്ക് വെക്കാം. ഞങ്ങൾക്ക് സമയമില്ലാത്ത കാര്യം ഞങ്ങൾ മസാല തേച്ചിട്ട് വെച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ സവാള അരിഞ്ഞതും നമ്മൾ കുക്കറിലിടുകയാണ്. കുക്കറിലൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മൾ ഫുൾ എളുപ്പപ്പണികളാണ്. നമുക്ക് സമയമില്ല. ആകെ നേരം ബിരിയാണി വെക്കാൻ തന്നെ പെട്ടെന്ന് വെക്കുകയാണ്. അപ്പോൾ കുക്കറിൽ സവാള ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കഞ്ഞിയൊക്കെ കിടന്ന് വേവുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്കർ വിസിലടിക്കാൻ 2 വിസിൽ മൂലപ്പോഴേക്ക് സവാള ആയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിയിട്ടാണ് വോയിസ് മിക്കതും പോണത്. രാത്രിയിലാണ് ഞാൻ അതിന് വോയിസ് കൊടുക്കാതിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ വീഡിയോസ് കാണുന്നവർ ക്ഷമിക്കുക. ഇത് നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാവുന്നു. ഏകദേശമൊക്കെ വെള്ളം വറ്റി വരുന്നു. കറക്റ്റ് അളവിന് വെക്കണം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ ഫ്ലോപ്പായി പോകും. അപ്പോൾ ഓരോരുത്തർ അരിക്കനുസരിച്ച് വെള്ളം എടുക്കുക. പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ കാരണം അത്യാവശ്യം ക്വാളിറ്റിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാത്രം കഴുകൽ നടക്കുന്നുണ്ട്.
വേറെ പണികൾ നമുക്ക് നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. ചോറൊക്കെ നമുക്ക് ഒന്നുകൂടി ആവാണ്ടപ്പോൾ ഒന്നുകൂടി മൂടി വെക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, അതാണ് ഫുൾ ഇരുട്ടായി പോയത്. കറണ്ട് വന്നപ്പം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരിടയിൽ എണ്ണ കുഴച്ചിട്ടുണ്ട്. ഞാൻ അത് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് തെറ്റുകളുണ്ടാകുമ്പോൾ എനിക്ക് എങ്ങനെ വോയിസ് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ക്ഷമിക്കുക. വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എണ്ണക്കഥ ചൂട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒന്ന് മസാലയൊക്കെയുള്ള ഐറ്റംസുകളാണ് ഇതൊക്കെ. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ തക്കാളി അരിഞ്ഞതൊക്കെ ഉണ്ട്. മറിച്ചും തിരിച്ചൊക്കെ ഇട്ടെടുക്കുക. ചിക്കൻ 2 സൈഡും കിടന്നാവട്ടെ. നല്ലോണം മുരിയൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്നും ആയാൽ മതി. ഇപ്പുറത്ത് അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് പോരുന്നു. അത് നമുക്ക് ചോദ്യമുടുമ്പോൾ ഇടാനുള്ളതാണ്. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ സെറ്റാവുന്നു. അതിൻ്റെ ഇടയിൽ ആള് കരയുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞൂടാ. ആളെന്തിനോ നല്ല കരച്ചിൽ കരയുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അതിലേക്ക് ഇടാം. സവാളൊക്കെ ഇട്ടിട്ട് കരിയാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞ് പോയാൽ കരിഞ്ഞ സവാളയായിപ്പോൾ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കന് ശ്രദ്ധിക്കണം. ചിക്കനൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിക്കനൊക്കെ ഇളക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും. ചിക്കനൊക്കെ നമ്മളായതൊക്കെ വറുത്ത് പോയിരുന്നു. അത്യാവശ്യം ചിക്കൻ നമുക്ക് പൊരിക്കാനുണ്ട് ഗൈസ്. അത്യാവശ്യം ആൾക്കാരുള്ള വീടാണ്. അപ്പം എൻ്റെ പുതിയ ചാനലാണ്. ചിക്കനൊക്കെ പൊരിച്ചായിരിക്കുന്നു. വലിയ മസാലയൊക്കെ ഉള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ച് നമ്മളിടുക. നന്നായിട്ട് ഇളക്കണം. പിന്നെ സവാള നമ്മൾ കുക്കറിലോട്ട് സവാള ഇല്ല, അതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇടുക. ഉപ്പിടുക, നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇടയിൽ ആലുമണിയൊക്കെ ചിക്കൻ പീസ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ, അതുവരെ ഇളക്കുക നന്നായിട്ട്. പിന്നെ ഗരം മസാല ഇടുക. ആദ്യം 2 പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ തക്കാളി ഇടുക. തക്കാളിയൊക്കെ ഇതാ ഇവിടെ എല്ലാം വാടി കിട്ടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പാകത്തിനാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ നീരണ പിഴിഞ്ഞത് ടേസ്റ്റ് ഉണ്ടാകാനാണ്. ചിക്കനൊക്കെ നമ്മളതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാവട്ടെ. കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കാം. ചോറൊക്കെ റെഡി ആയിരുന്നു. ചോറൊക്കെ നമ്മൾ ചിക്കൻ്റെ മേലൊക്കെ ഇടണം. നമ്മൾ ദമ്മിടണം ഗൈസ്. അതാ മസാല ഇട്ടു, ചോറിട്ടു, പിന്നെ നമ്മൾ മല്ലിച്ചപ്പിട്ടു, പൊരിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ലെയറായിട്ടാണ് നമ്മൾ ഇടുന്നത്. ലാസ്റ്റത്തെ ലെയറാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റില്ല. അപ്പോൾ നമ്മൾ അരക്കേജ് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഇതാ കുറച്ച് തീ കോരിയിട്ട് നോക്കിയിട്ട് മിതം ഇട്ടോളൂ. കുറച്ച് 10-20 മണിക്കൂറൊക്കെ 10-20-25 മിനിറ്റ് വീണ്ടും നമ്മൾ ദമ്മ പൊട്ടിക്കണം. നമ്മൾ നേരെ വൈകിട്ടാണ് ഗൈസ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ഷമയില്ല. അപ്പോൾ ഇതാ ദമ്മൊക്കെ പൊട്ടിച്ചു. ചിക്കൻ പീസൊക്കെ അടിയിലാണ്. അതിലൊക്കെ നമ്മൾ മാന്തി എടുക്കണം മേലേക്ക്. അപ്പോൾ
അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ശരിയാക്കുന്നു. അച്ചാറൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നു. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ചോറൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കുന്നു. അതിൻ്റെ ഇടയിൽ അല്മി ചിക്കൻ കടിക്കുന്നുണ്ട്. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ചോറൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ച് അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ചോറുണ്ട് കുട്ടിയെ കഴിക്കാൻ. ചോറ് ഓരോരുത്തർക്ക് വിളമ്പാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ഗൈസ്. ചോറൊക്കെ ആയി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചു. ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ആദ്യത്തെ 1 വയസ്സാണ്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോസൊക്കെ ചെയ്ത് ശരിയാക്കുക. ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ്.